ഇപ്പോൾ ഹേസ്ലറ്റ് സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ പിതാവ് ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. സിസ്റ്റർ ഹേസ്ലറ്റുമായിട്ട് ദീർഘനാളത്തെ പരിചയമുണ്ടായിരുന്നു. കാരണം സിസ്റ്റർ അധ്യാപന രംഗത്തായിരുന്നു, പല സ്കൂളുകളിലും പഠിപ്പിക്കുകയുണ്ടായി. കുട്ടികൾക്കെല്ലാം വളരെ ഉത്തേജനകമായ ക്ലാസ്സുകളായിരുന്നു സിസ്റ്ററിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാനും സ്കൂളിൽ രൂപതയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് റിട്ടയർമെൻറ്റിൽ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത്. അതിനുശേഷവും സിസ്റ്റർ പല തരത്തിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നലെ മൂവാറ്റുപുഴ ക്ലാസ് എടുക്കുവാനായിട്ട് സിസ്റ്റർ തയ്യാറായി അങ്ങോട്ട് പോരുന്ന വഴിക്കാണ് അത്യാഹിതം സംഭവിച്ചത്. അവിടെ ലേബർ മൂവ്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്ന സിസ്റ്ററാണ്. രംഗത്ത് പ്രവർത്തിക്കുന്നവർ ക്ലാസ് എടുക്കുവാനായിട്ട് സിസ്റ്റർ വന്നിരുന്നത്. ലേബർ മൂവ്മെൻറ്റ് മാത്രമല്ല, പല പ്രവർത്തനങ്ങളിലും പല സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും ക്ലാസ് എടുക്കുവാനായിട്ട് സിസ്റ്റർ വന്നിരുന്നത്. വളരെ പ്രഗത്ഭയായ ഒരു അധ്യാപികയായിരുന്നു സിസ്റ്റർ. മനോഹരമായിട്ട് ക്ലാസ് എടുത്തിരുന്നു. മനോഹരമായ ശൈലിയിൽ, സാഹിത്യ ഭാഷയിൽ ഭംഗിയായിട്ട് ഹൃദയഹാരിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള സിസ്റ്ററായിരുന്നു. എല്ലാ തലങ്ങളിലും ശോഭിക്കുവാൻ സിസ്റ്റർ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പല രംഗങ്ങളിലും പ്രവർത്തിച്ച് അങ്ങനെ സമൂഹത്തിന് ഏറെ നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ അവിചാരിതമായ വേർപാട് വാസ്തവത്തിൽ സമൂഹത്തിന് വലിയ നഷ്ടമാണ് ഇതിന് ചെയ്യുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ഇപ്രകാരം വലിയ ഒരു നഷ്ടം നമ്മുടെ സമൂഹത്തിന് വരുത്തുവാൻ ഇടയാക്കിയാലും നമ്മൾക്കാം. എങ്കിലും അദ്ദേഹം നന്മ കണ്ടുകൊണ്ടായിരിക്കാം ഈ ദുഃഖം സഹിക്കുവാൻ നമ്മെ അനുവദിച്ചത്. സന്യാസ സമൂഹത്തിനും സഭയ്ക്കും കേരളത്തിലെ സഭയ്ക്ക് മുഴുവനും സമൂഹത്തിന് മുഴുവനും വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഈ ദുരവസ്ഥയിൽ, ഈ സങ്കടത്തിൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.